നമുക്കിന്ന് മസാല ഫിഷ് ഉണ്ടാക്കാം. അതിന് 4 കഷ്ണം ഐക്കൂറി എടുത്ത് അതിലേക്ക് 5-8 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി അരച്ച കൂട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് നല്ലതുപോലെ ചേർത്ത് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് മാറ്റി വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1/4 ഭാഗം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി, മുഴുവനായി ഫ്രൈ ചെയ്തെടുക്കേണ്ട. ഇനി ഇതിന് വേണ്ട മസാല നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിന് 10-15 ചെറിയ ചുവന്നുള്ളിയും 6-7 വറ്റൽമുളകും 5-10 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി വഴറ്റി അരച്ചെടുക്കാം. ഇത് ഓരോന്നായി ഇട്ട് വഴറ്റിയെടുത്താൽ മതി. ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ഓരോരോ സാധനങ്ങളായിട്ട് വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇത് വഴറ്റിയ ശേഷം നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി കൂടിയിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പുമിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇനി തണുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അരച്ച കൂട്ടിട്ട് വഴറ്റിയെടുക്കാം. എണ്ണ തെളിയുന്നതുവരെ മൂപ്പിച്ചെടുക്കണം. അങ്ങനെ വഴറ്റിയെടുത്താലാണ് അതിന് നല്ല സ്വാദുണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത മീൻ ഇട്ട് കൊടുക്കാം. മീൻ തിരിച്ചും മറിച്ചുമിട്ട് മസാല നല്ലതുപോലെ പിടിപ്പിച്ചിരിക്കണം. നിങ്ങളിങ്ങനെ മീൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. വെള്ളം നല്ലതുപോലെ വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.